ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജാനുവരി 3-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീ ഭുവനേഷ് കുമാർ അസ്യൂംസ് ചാർജ് ആസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI. അപ്പോൾ UIDAIയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഭുവനേഷ് കുമാർ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര അസ്യൂംസ് കമാൻഡ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സസ് വെസ്റ്റേൺ എയർ കമാൻഡ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ കമാൻഡ് അസ്യൂം ചെയ്തിരിക്കുകയാണ് എയർ മാർഷലായ ജിതേന്ദ്ര മിശ്ര. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അനൗൺസസ് 14,000 crore rupees ഫോർ സെവൻ ഫാർമേഴ്സ് വെൽഫെയർ സ്കീംസ്. അപ്പോൾ 7 ഫാർമേഴ്സ് വെൽഫെയർ സ്കീമിന് ക്യാബിനറ്റ് സെൻട്രൽ ഗവൺമെൻറ് 14,000 കോടി രൂപയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ യൂണിയൻ ക്യാബിനറ്റ് ലെഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ with an outlay of 2,817 crore rupees in an attempt to improve farmers' lives through technology. The government has given its nod to total of 7 agricultural products worth 13,966 rupees. 7 major decisions have been taken in the cabinet meeting for improving the lives of farmers. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മനീഷ് സിംഗൽ അപ്പോയിൻറ്റഡ് അസോചാംസ് സെക്രട്ടറി ജനറൽ. അസോചാം അതായത് അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ ആണ് അസോചാമിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ സെക്രട്ടറി ജനറലായിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുകയാണ് മനീഷ് സിംഗൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Cabinet approves extension of a one-time special package on a DAP beyond the NBS subsidy for the period from 1/1/2025. അപ്പോൾ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് എക്സ്റ്റൻഷൻ ഓഫ് വൺ ടൈം സ്പെഷ്യൽ പാക്കേജ് ഓൺ എ DAP ബിയോണ്ട് ദ NBS സബ്സിഡി ഫോർ പീരീഡ് ഫ്രം 1/1/2025. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് അപ്രൂവ്ഡ് ദ പ്രപ്പോസൽ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് for extension of a one-time special package on a diammonium phosphate beyond the NBS subsidy at 3,500 rupees per month for the period from 1/1/2025 till further orders to ensure sustainable availability of a DAP at affordable prices to farmers. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ക്യാബിനറ്റ് അപ്രൂവ്സ് മോഡിഫിക്കേഷൻ ഓർ അഡീഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓർ പ്രൊവിഷൻസ് ഇൻ ദ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്പോൾ ക്യാബിനറ്റ് മോഡിഫിക്കേഷൻ ഓർ അഡീഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓർ പ്രൊവിഷൻസ് ഇൻ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിലുള്ള മോഡിഫിക്കേഷൻസും അപ്രൂവ് ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അപ്രൂവ്ഡ് ദ കണ്ടിന്യൂഷൻ ഓഫ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആൻഡ് റീസ്ട്രക്ചേർഡ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ടിൽ 2025-26 with an overall outlay of 69,515.71 crore rupees from 2021-22 to 2025-26. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ബാക്കി ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CBIC clarifies rules, says no to GST to apply on prepaid gift vouchers or cards. അപ്പോൾ CBIC clarifies rules, says no to GST to apply on പ്രീപെയ്ഡ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഓർ കാർഡ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. തേർഡ് പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് ന്യൂസിൻ്റെ. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ITI മ്യൂച്വൽ ഫണ്ട് നെയിംസ് ജതീന്ദ്ര പാൽ സിംഗ് ആസ് എ CEO.
അപ്പോൾ ITI മ്യൂച്വൽ ഫണ്ട് ജതീന്ദ്ര പാൽ സിംഗിനെ CEO ആയിട്ട് നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ITI മ്യൂച്വൽ ഫണ്ട് ഹാസ് നെയിംഡ് ജതീന്ദ്ര പാൽ സിംഗ്, കോമൺലി നോൺ ആസ് JP, ആസ് ഇറ്റ്സ് എ ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ effective 1st January 2025. He will succeed Hitesh Thakkar, who has been serving as the acting CEO since August 2022. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DBS Bank India നെയിംസ് രജത് വർമ്മ ആസ് CEO. അപ്പോൾ DBS Bank India രജത് വർമ്മയെ CEO ആയിട്ട് നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എൻഹാൻസസ് ഡിജിറ്റൽ റുപ്പി ആപ്പ് വിത്ത് ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ്. അപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ റുപ്പിയെ എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. ഡിജിറ്റൽ റുപ്പി ആപ്പ് ആക്സസിബിൾ ഫീച്ചേഴ്സോട് കൂടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് നെയിംസ് അമിതാഭ ചാറ്റർജി MD ആൻഡ് CEO. ബൽദേവ് പ്രകാശ് സ്റ്റെപ്സ് ഡൗൺ. അപ്പോൾ ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് അമിതാഭ ചാറ്റർജി MD ആൻഡ് CEO ആയിട്ട് നെയിം ചെയ്തിരിക്കുകയാണ്. ബൽദേവ് പ്രകാശ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UPI ട്രാൻസാക്ഷൻസ് സർജ് ടു റെക്കോർഡ് 16.73 billion in December, value at 23.25 trillion rupees. അപ്പോൾ UPI ട്രാൻസാക്ഷൻസ് റെക്കോർഡ് 16.73 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് ടോട്ടലായിട്ട് നടന്നിരിക്കുന്നത് ഡിസംബറിൽ. വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16.73 ബില്യൺ ട്രാൻസാക്ഷൻസ് ടോട്ടൽ കംപ്രൈസ് ചെയ്യുന്നത് 23.25 ട്രില്യൺ റുപ്പീസിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 1st December എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും 1st January ആണ്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. സോ 1st January ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ ഫാമിലി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ January 1st, സെറ്റിംഗ് ദ ടോൺ ഫോർ ദ ന്യൂ ഇയർ വിത്ത് എ മെസ്സേജ് ഓഫ് യൂണിറ്റി, ലവ് ആൻഡ് അപ്രീസിയേഷൻ ഫോർ ഫാമിലീസ് വി ചെറിഷ്. ഗ്ലോബൽ ഫാമിലി ഡേ January 1st ആണ്. January 1st ഗ്ലോബൽ ഫാമിലി ഡേ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.